ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡി സി യുവിൻ്റെ ഫൈനൽ മൂവി ആയിട്ട് അഥവാ ഡി സി യുവിൻ്റെ എൻഡിങ്ങിൻ്റെ ലാസ്റ്റ് മൂവി ആയിട്ട് വന്ന് അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന മൂവി ഫൈനലി റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂവിയെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അക്വാമാൻ 2ൻ്റെ ട്രെയിലേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം, അഥവാ ട്രെയിലറിൽ ടീസറിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം സ്റ്റോറി തന്നെയാണ് നമുക്ക് മൂവിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അക്വാമാൻ 1ന് ശേഷം അക്വാമാൻ 2ൽ ഇപ്പോൾ ബ്ലാക്ക് മെമ്പർ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട് പ്രതികാരം വീട്ടാനായിട്ട്. പക്ഷേ ഈ സമയം ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് മെമ്പറുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ട്രൈഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു തൃശൂലം, അതിൻ്റെ ഒരു തൃശൂലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിൽ നല്ല രീതിക്ക് പവറും കാര്യങ്ങളും നമ്മുടെ ബ്ലാക്ക് മെമ്പർക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ അക്വാമാൻ ആൻഡ് ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ ആ ഒരു ലോസ്റ്റ് ആയിട്ടുള്ള ഒരു കിങ്ഡം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിങ്ഡം ഇങ്ങനെ ലോസ്റ്റ് ആയി പോയി, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും ഉള്ളത് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാനായിട്ട് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതേസമയം മൂവി കണ്ടതിന് ശേഷം ആ ഒരു കിങ്ഡത്തിൻ്റെ അകത്ത് ആ ഒരു ലോസ്റ്റ് കിങ്ഡം എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ കാണുന്ന മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് ജസ്റ്റ് ഓക്കെ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം, അങ്ങനത്തെ ഒരു ഫീലിംഗ് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു ഷോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ആ ഒരു ലോസ്റ്റ് കിങ്ഡം ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം മെയിനായിട്ട് നമുക്ക് ഈ ഒരു മൂവിക്കകത്ത് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോമാൻസ് തന്നെയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് അക്വാമാൻ മൂവിക്കകത്ത് നമുക്ക് നമ്മുടെ ഈ അക്വാമാൻ അതുപോലെ തന്നെ മീര എന്ന് പറയുന്ന ക്യാരക്ടർ തമ്മിലുള്ള ഒരു റൊമാൻസ് ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം അക്വാമാൻ 2 മൂവിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രോമാൻസ് ആണ്. അതായത് നമ്മുടെ അക്വാമാൻ അതുപോലെ തന്നെ അക്വാമാൻ്റെ ബ്രദർ ആയിട്ടുള്ള ഓഷ്യൻ മാസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ പാട്രിക് വിൽസന്റെ ക്യാരക്ടറും തമ്മിലായിട്ടുള്ള ആ ഒരു ബ്രോമാൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ആ ഒരു ബ്രദർഹുഡിനെ പറ്റിയിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളി തന്നെയായിരുന്നു, നല്ല ഫാസിനേറ്റിംഗ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജേസൺ മോമോയുടെ ആക്ടിങ് നമ്മൾ ഈ ഒരു മൂവിക്കകത്ത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഫൺ സീക്വൻസ് ആയാലും ഇമോഷണലി ആയിട്ടുള്ള സീക്വൻസ് ആയാലും അതിലെല്ലാത്തിനും നമ്മുടെ ജേസൺ മോമോവെ തന്നെയാണ് ഈ എല്ലാം കൊണ്ടുപോകുന്നത്, നേരായി കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ നെടുംതൂണായിട്ട് നിന്നിട്ടുള്ളത് നമ്മുടെ ജേസൺ മോമോവ ആസ് അക്വാമാൻ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി സാധിക്കും. അതായത് ജേസൺ മോമോയുടെ അക്വാമാൻ ആയിട്ടുള്ള ആ ഒരു ആക്ടിങ് ഒരു രക്ഷയില്ല, അടിപൊളി തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജേസൺ മോമോയ്ക്ക് ശേഷം അക്വാമാന് ശേഷം വന്നിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഈ ഒരു മൂവിക്കകത്തുണ്ടായിരുന്നത് അത് നമ്മുടെ ഓഷ്യൻ മാസ്റ്ററാണ്, നമ്മുടെ പാട്രിക് വിൽസൻ്റെ. അപ്പോൾ അതും അടിപൊളി തന്നെയായിട്ടാണ് പാട്രിക് വിൽസനും ചെയ്തിട്ടുള്ളായിരുന്നു ഓഷ്യൻ മാസ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബ്രദർഹുഡ് അഥവാ അവരുടെ ബ്രോമാൻസും അടിപൊളി തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജെയിംസ് വാൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഈ മൂവിയിൽ നമുക്ക് നല്ല രീതിക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. മെയിനായിട്ട് ആക്ഷൻ സീക്വൻസ് കാര്യങ്ങൾ നമുക്ക് കാണുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ്റെ ആ ഒരു കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ജെയിംസ് വാൻ്റെ ആ ഒരു വൈബും കാര്യങ്ങളും നമുക്ക് നല്ല രീതിക്ക് ഈ ഒരു മൂവി കാണുമ്പോൾ അനുഭവിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലോസ്റ്റ് കിങ്ഡം കാണിക്കുന്ന ആ ഒരു സമയത്ത് അവിടുത്തെ ആ ഒരു സോംബീസിനെ പോലത്തുള്ള ആ ഒരു ആൾക്കാരെയൊക്കെ കാണിക്കുന്ന സമയത്ത് ആ ഒരു ജെയിംസ് വാൻ്റെ ആ ഒരു ഹൊറർ ആ ഒരു വൈബും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ജെയിംസ് വാൻ എന്ന് പറയുന്ന ഡയറക്ടർ ആണെങ്കിൽ അറിയപ്പെടുന്ന പുള്ളിക്കാരൻ്റെ ആ ഒരു ഹൊറർ മൂവീസിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹൊറർ വൈബ് നമുക്ക് ചെറുതായിട്ട് ആ ഒരു ലോസ്റ്റ് കിങ്ഡം എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ജെയിംസ് വാൻ്റെ ആ ഒരു ഡയറക്ഷൻ നമുക്ക് മെയിനായിട്ട് അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ അഥവാ ഇൻ്റർവ്യൂവിന് ശേഷം സെക്കൻഡ് ഹാഫിൽ നമുക്ക് ചിലയിടത്താണെങ്കിൽ ഈ ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എസ്പെഷ്യലി നമുക്ക് ജെയിംസ് വാൻ എന്ന ഒരു ഡയറക്ടറുടെ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് നല്ല രീതിക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ അക്വാമാൻ അതുപോലെ തന്നെ ബ്ലാക്ക് മാമയുടെ ആ ഒരു സീക്വൻസ് ആണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ളതെന്നും പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും സൂപ്പർ ഹീറോ മൂവീസ് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ത് പുതിയതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയതായിട്ട് പുതിയതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ഈ ജെയിംസ് വാൻ എന്ന ഡയറക്ടറിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ജേസൺ മോമോ എന്ന ഒരു ആക്ടറും പാട്രിക് വിൽസൻ്റെ ഒക്കെ ഇതുകൊണ്ട് മാത്രം ആ ഒരു ബാക്കിയുള്ള സൂപ്പർ ഹീറോ മൂവീസിൽ നിന്നും കുറച്ച് നല്ലതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ അതേസമയം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇതുവരെയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു 50-100 തവണ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സൂപ്പർ ഹീറോ മൂവീസിൻ്റെ സെയിം സംഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു അക്വാമാൻ 2 അഥവാ അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം മൂവിക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് ഉള്ളൊരു പുതിയ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അഥവാ കാണാനായിട്ടൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഈ മൂവി ആണെങ്കിൽ അക്വാമാൻ്റെ ഫസ്റ്റ് പാർട്ട് മൂവി ഇറങ്ങി ഒരു 1-2 വർഷത്തിന് ശേഷം ഈ ഒരു മൂവി ഇറങ്ങി കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പിന്നെ കുറച്ചുകൂടെ എങ്കിലും എൻജോയ് ചെയ്തേനെ ഈ ഒരു മൂവി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും അക്വാമാൻ ഫസ്റ്റ് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ 2 ഇറങ്ങിയതിന് ശേഷം 2 ഇറങ്ങുന്നതിൻ്റെ വരെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ ഒട്ടനവധി സൂപ്പർ ഹീറോ മൂവീസാണ് റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു അക്വാമാൻ 2 ഇറങ്ങിയതിന് ശേഷം ആ ഒരു സെയിം ടിപ്പിക്കൽ സ്റ്റോറി അഥവാ ഒരു ടിപ്പിക്കൽ ക്ലീഷേ സൂപ്പർ ഹീറോ മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് അക്വാമാൻ 2 പേഴ്സണലി തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ഇനി അങ്ങോട്ട് ഞാനാണെങ്കിൽ ഇത്ര സൂപ്പർ ഹീറോ മൂവീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ഞാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മേ ബി എനിക്ക് ചിലപ്പോൾ ജെയിംസ് ഗണ്ണിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയേക്കാം. അടുത്ത ഇനി വരാൻ പോകുന്ന DC യൂണിവേഴ്സിൽ നമ്മൾ ജെയിംസ് ഗണ്ണിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഇനി പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും അക്വാമാൻ 2 ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഗുഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഗ്രേറ്റ് ആയിട്ടും അതുപോലെ തന്നെ വെരി ബാഡ് ആയിട്ടൊന്നും അല്ല, ഗുഡ് ആയിട്ടാണ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതായത് ആവറേജ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മൂവിയുടെ ഒരു റേറ്റിംഗ് ഞാൻ പറയുമെങ്കിൽ അതിൽ ഞാൻ 10 5 റേറ്റിംഗ് മാത്രമേ ഞാൻ ഒരു മൂവിക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മാർവലിൻ്റെ സീരീസ് ആയിട്ടുള്ള ലോക്കി സീസൺ 2 നമുക്ക് പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഒരു മാസ്റ്റർ പീസ് സംഭവം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ എക്കോയുടെ സീരീസ് ഇനി നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം അതിലും എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് നല്ല രീതിക്ക് ബ്രൂട്ടലായിട്ടൊക്കെയാണ് ആ ട്രെയിലർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കോ സീരീസിന് വേണ്ടിയിട്ട് ആ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം നല്ല രീതിക്ക് അവൈറ്റഡ് ആയിട്ടാണ് മാറിയിട്ടുള്ളത് ഞാൻ. കാരണം അതിപ്പം നമ്മുടെ MCUൻ്റെ തന്നെ അഥവാ മാർവലിൻ്റെ സൈഡിൽ തന്നെ വരുന്ന ഫസ്റ്റ് നമ്മുടെ TV മെച്ചേർഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് വെയിറ്റിംഗ് തന്നെയാണ് എക്കോ സീരീസിന് വേണ്ടിയിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ അക്വാമാൻ 2 മൂവി ഒരു ആവറേജ് മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അക്വാമാൻ 2 ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഒരു മൂവി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിവ്യൂ മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ തന്നെ വരണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ താഴെ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മൂവിക്ക് 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുള്ളൊരു കാര്യം മറക്കാതെ തന്നെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.